കഴിഞ്ഞ ദിവസം ശ്വേത മേനോൻ ലീക്കാക്കിയ, പിഷാരടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ റിലീസാക്കിയ, അവർ തമ്മിലുള്ള കോൺവെർസേഷൻസ്, ഫോൺ കോളിൻ്റെ ആ ഒരു കുൽസിത ആംഗിളുള്ള ഒരു ഐറ്റം, ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ റിലീസ് അല്ലെങ്കിൽ ലീക്കിനെ കുറിച്ച് നമ്മൾ ഇതിന് മുന്നേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. ഇനീഷ്യലി ആ സാധനം പുറത്തു വരുന്നു. രമേഷ് പിഷാരടിക്ക് അത് പേഴ്സണലിയും അയാളുടെ പ്രൊഫഷനായ പൊളിറ്റിക്സാണ് ഇപ്പോൾ അത് അങ്ങനെയായിട്ടും ഒക്കെ ആ മനുഷ്യനതൊരു ഭയങ്കര ഇമ്പാക്റ്റാണ് ഉണ്ടാക്കി വെച്ചത്. പിന്നെ ഞാൻ ആ ടൈമിൽ ആ വീഡിയോ എടുത്ത് എൻ്റെ ഒരു POV സംസാരിച്ച സമയത്ത് അതിനകത്ത് ശ്വേത മേനോൻ ഒരു വ്യക്തി അൺകംഫർട്ടബിൾ ആവുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആ ടൈമിൽ ആ ടോക്കിനോട് ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ അങ്ങനത്തെ ഒരു അപ്രോച്ച് വരുമ്പോൾ വരുന്നൊരു സിറ്റുവേഷൻ, ഇതിനൊക്കെയാണ് ഞാൻ ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞതും. പ്ലസ് രമേഷ് പിഷാരടി ഇപ്പോൾ ഒരു MLA ആയിട്ട് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി കെയർഫുൾ ആവണം. നമ്മൾ ഇതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നല്ല, ഓക്കെ, നമുക്കൊരു റെസ്പോൺസിബിൾ പൊസിഷൻ ജനങ്ങൾ തന്നതാണ്. അപ്പോൾ ആ പൊസിഷനിൽ ആ വ്യക്തി കയറിയിരിക്കുമ്പോൾ അയാൾ കുറച്ചും കൂടി കെയർഫുൾ ആവണം. ഇനി എത്ര അടുത്ത സുഹൃത്തുക്കളോടോ ഇല്ലെങ്കിൽ ബ്ലഡ് റിലേഷനോടോ ആരോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും നാളുകളിൽ നമുക്ക് പണി കിട്ടുന്ന രീതിയിലുള്ളൊരു ഐറ്റമായിട്ട് മാറുമെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, ഒന്നും കൂടി ഒന്ന് റീതിങ്ക് ചെയ്യുക. അത് ഞാൻ ഇപ്പോഴും രമേഷ് പിഷാരടി എന്ന് പറഞ്ഞ മനുഷ്യനോട് പേഴ്സണലി എനിക്ക് പറയാനുള്ള അത്രയേ ഉള്ളൂ. കാരണം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി തരാനും പണി കിട്ടാനും ഒക്കെ ആയിട്ട് ഒരുപാട് വകുപ്പുകൾ ഇനി ചുറ്റിലും ഉണ്ടാവും. ഓക്കെ, ഒരു കൊമേഡിയൻ എന്ന് പറഞ്ഞ ഒരു സിനിമ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് നടന്ന രമേഷ് പിഷാരടിയിൽ നിന്ന് ഇന്ന് ഒരു MLA ആയി നിൽക്കുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം വെച്ച് തന്നെ നിങ്ങളെ കുത്താൻ ഒരുപാട് പേര് നിങ്ങളുടെ പിന്നിലുണ്ട്. അതായത് സ്വന്തം പാർട്ടിയിൽ നിന്നുകൊണ്ട് വേറെ പാർട്ടികളിൽ നിന്നും ഉണ്ടാവും. ആൻഡ് കമ്മിങ് ടു ശ്വേത മേനോൻസ് ദിസ് ഓഡിയോ റിലീസ് ലീക്ക് സാധനം, ഇത് ഇനീഷ്യലി കേട്ട സമയത്തൊന്നും അങ്ങനെ എനിക്ക് പേഴ്സണലി ഓക്കെ, അവർ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടും രമേഷ് പിഷാരടി ഓൾറെഡി അതിന് മുമ്പ് ഇവരുടെ ഒരു 43 മിനിറ്റ്സ് ഓഡിയോ ലീക്ക് വന്നതിന് റെസ്പോൺസ് ആക്കിയിട്ട് ഒരു സാധനം കൊടുത്തപ്പോൾ അതിൽ പ്രൊവോക്ഡ് ആയിട്ട് ഇട്ടതെന്നാണ് എൻ്റെ ഒരു POVയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇന്നലെ മുതൽ വരുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതായത് ശ്വേത മേനോനും രമേഷ് പിഷാരടിയും കൂടിയും ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്, റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ട് ജഡ്ജിങ് പാനലിൽ പോയിരുന്നപ്പോൾ സംസാരിച്ചത് മുതൽ അങ്ങനത്തെ കുറേ അധികം വീഡിയോസ് ശ്വേതയുടെ ആൻഡ് ശ്വേത രമേഷ് പിഷാരടിയുടെ ആൻഡ് എ ഫോട്ടോ ഓൾസോ. അത് ബീന ആൻ്റണിയാണ് ഈ ഫോട്ടോനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ശ്വേതയ്ക്ക് അല്ലെങ്കിൽ രമേഷ് പിഷാരടിക്ക് ഈ രണ്ട് വ്യക്തികൾക്കും ഇടയിൽ ഈ ഡബിൾ മീനിങ് അല്ലെങ്കിൽ കുൽസിത സംസാരങ്ങൾ നടക്കാനുള്ള സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ സ്പേസ് ഉള്ള ഒരു വ്യക്തി, ആ സ്പേസ് യൂസ് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആ സ്പേസിൽ നിങ്ങൾ സംസാരിച്ചിട്ടുള്ള ആളുകളാവുമ്പോൾ ഒരു പെർട്ടിക്കുലർ സിനാരിയോ, ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ മാത്രം ഓക്കെ മനുഷ്യനാണ്, അൺകംഫർട്ടബിൾ ആവാം, അല്ലെങ്കിൽ ചില സമയത്ത് ചില സംസാരങ്ങൾ നമുക്ക് പിടിക്കില്ല, ചിലതിന് കൺസെൻറ്റ് കൊടുക്കാൻ പറ്റില്ല, അതൊക്കെ ഉണ്ടാവാം. ബട്ട് സ്റ്റിൽ ഒരു ദയോ ദാക്ഷിണ്യവും ഇല്ലാതെ അയാളുടെ പൊളിറ്റിക്കൽ കരിയറോ അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ എന്താ പറയുക പബ്ലിക്കിന് മുന്നിൽ ഒരു ഇമേജ് വരെ ടാർണിഷ് ആവുന്ന രീതിയിലൊരു ഐറ്റം ഇട്ട് പുറത്തിട്ടപ്പോൾ ഇപ്പോൾ ശ്വേത മേനോൻ്റെ ഇൻറ്റൻഷൻ അല്ലെങ്കിലും ശ്വേത മേനോൻ്റെ ഇൻറ്റൻഷൻ 100% ചോദ്യം ചെയ്യണം. കാരണം ഈ പ്രൈവറ്റ് കോൾസ് എന്തിന് പുറത്തുണ്ടോ എന്നുള്ളൊരു ചോദ്യം ശ്വേതനോട് ഇന്നും ചോദിക്കുന്നു. ബട്ട് സ്റ്റിൽ ഇതുപോലൊരു ഐറ്റം രമേഷ് പിഷാരടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റാൻഡം പേഴ്സൺ അല്ല, ഏതോ ഒരു ടോം ഡിക് ഹാരി അല്ലല്ലോ. അപ്പോൾ ഈ രമേഷ് പിഷാരടി എന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾക്ക് ഇത്രയും പേഴ്സണലി കണക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇത്രയും പേഴ്സണൽ സ്പേസ് ഉണ്ട് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ നാട്ടുകാർ മുന്നിൽ വലിച്ചു കീറാൻ ഇട്ട് കൊടുത്തത് അത് ശരിയായില്ല. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് വെക്കാൻ പാകത്തിനുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ നമുക്ക് എഗെയിൻ ആ കോൾ തന്നെ നമുക്കൊന്ന് നോക്കാം. ആ കോൾ ഒന്നുകൂടി ഒന്ന് നോക്കാം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ട് ആ കോൾ അല്ലാണ്ട് ആ കോൾ നമുക്ക് ലാസ്റ്റ് നോക്കാം. ആദ്യം നമുക്ക് ബീന ആൻ്റണി പറഞ്ഞ കാര്യങ്ങളിലൂടെ ഒന്ന് പോയി നോക്കാം. ശ്വേതയും പിഷാരടിയും തമ്മിലുള്ള, പിഷാരടി ഈ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിന്ന ആളാണ്. ഇപ്പം നല്ലൊരു പൊസിഷനിൽ ഏറ്റവും നല്ല എന്താ പറയുക ജനപിന്തുണയോടെ ഒരു MLA ആയിട്ട് വന്ന ആളാണ് പിഷാരടി. ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് പിഷാരടിയുടെ കാര്യത്തിൽ. ആ പിഷാരടി നമ്മുടെ ഈ അമ്മയുടെ ഒരു ക്രൈസിസിൽ ഹെൽപ്പ് ചെയ്യാൻ വന്നൊരാളാണ്. ആ ആള് ശ്വേതയോട് ഏറ്റവും അടുപ്പമുള്ള രണ്ട് സുഹൃത്തുക്കളാണ് അവർ തമ്മിലുള്ള സംസാരം ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് പിഷാരടിയെ പോലെ ഇത്ര ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇതുപോലെ വേദനിപ്പിച്ചതിലും ഇതുപോലെ മോശമാക്കിയതിലും ഞാൻ എൻ്റെ ദുഃഖം രേഖപ്പെടുത്താണ്. അത് വളരെ മോശമായി പോയി എന്ന് തന്നെ ഞാൻ പറയണം. ഒരിക്കലും
വളരെ വലിയ വിശ്വാസവഞ്ചനയാണ് ശ്വേതയെ കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം അവർ തമ്മിൽ എത്രയോ ആത്മബന്ധമുള്ള ആൾക്കാരാണ്. പിഷാരടി ജയിച്ചപ്പോൾ ശ്വേത പിഷാരടി ഉമ്മ വയ്ക്കുന്ന ഒരു ഇതാണ് പുറത്തുവിട്ട് ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ചത്. അത്രയും അവർ ആത്മബന്ധമുള്ള ആൾക്കാരാണ് അവരൊക്കെ. ആ ഒരു ഇതെടുത്ത് പുറത്തിട്ടപ്പോൾ ശ്വേത ഒരു കാര്യം ആലോചിക്കണ്ടേ, ആ മനുഷ്യനെ അത് എത്രമാത്രം ബാധിക്കും. ഇത്രയും പൊളിറ്റിക്കലി ഇത്രയും വലിയൊരു ഇമേജിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ എന്തുമാത്രം മോശം രീതിയിലാണ് ഇപ്പോൾ മറ്റുള്ള പാർട്ടിയിലുള്ളവരും ആൾക്കാരും പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും പിഷാരടിയെ ആക്കാൻ പാടില്ലായിരുന്നു ശ്വേത. ഞാൻ അതിൽ ശക്തമായിട്ട് ശ്വേതയോട് പ്രതിഷേധിക്കുന്നു. അതോടൊപ്പം ഈ ലാസ്റ്റ് നിമിഷത്തിൽ പിന്നെ വന്നിട്ട് ശ്വേത പറയുന്നു, ഞാൻ രാജിവെച്ചിട്ടില്ല, ഞങ്ങളുടെ ഭരണഘടന ഇനിയും ഭരണ സമിതി ഇനിയും തുടരൂ എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല ശ്വേത. അതിൽ ഇനി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനാ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളിലുള്ള വിശ്വാസം പിന്നെയും പോവുമല്ലേ ശ്വേത ഇപ്പൊ ഈ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതാണ് ബീന ആന്റണി പറഞ്ഞത്. ആൻഡ് ദിസ് ഈസ് ദ ഫോട്ടോ. ഇതാണ് ആ ഫോട്ടോ. കൺഗ്രാജുലേഷൻസ് പിഷു. പിഷു എന്ന് വിളിച്ച് പിഷുവിനെ നല്ല പണി വിട്ടതാണ് ആക്ച്വലി ഇവർ ചെയ്തത് കേട്ടോ. സീരിയസ്ലി ഞാൻ ബിഗ് ബോസിലൊക്കെ ഇവർ വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓറ ഉണ്ടായിരുന്നു ഇവർക്ക്. ഒരു ഭയങ്കര ജെനുവിൻ പേഴ്സൺ, വളരെ അങ്ങനത്തെ ഒരു പേഴ്സൺ. ലൈക്ക് നമുക്കൊരു എന്താ പറയുക, ധൈര്യമായിട്ട് ശ്വേത ചേച്ചി എന്ന് വിളിക്കാൻ മാത്രം പാകത്തിലുള്ള ഒരു ഓറ കീപ്പ് ചെയ്യുന്നൊരു ലേഡി. പക്ഷേ ഇവർ ഈ പറഞ്ഞതും ഈ ഫോട്ടോയും ആൻഡ് ഇതിന് മുമ്പുള്ള ഇവരുടെ കുറേ ഇൻട്രാക്ഷൻസിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് സ്വന്തം ലാഭത്തിന് വേണ്ടി, എല്ലാവരും അങ്ങനെ തന്നെയാണ്, സ്വന്തം ലാഭത്തിന് വേണ്ടിയാണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മളെ മോശക്കാരനോ മോശക്കാരെയോ ആക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ നല്ലതിനോ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ സോർട്ട് ചെയ്യാനോ വേണ്ടി വന്നൊരു വ്യക്തി, അത് നമ്മളെ സുഹൃത്താണ്. ആ വ്യക്തിയെ നമ്മളെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ക്ലാസ് ചെറ്റത്തരമാണ്. അങ്ങനെ തന്നെ പറയണം ആ കാര്യം. കാരണം എന്താ അറിയോ, രമേഷ് പിഷാരടിയുടെ ആ 43 മിനിറ്റ് കോള് വീഡിയോ എടുക്കാൻ വേണ്ടി കംപ്ലീറ്റ് കട്ട് ചെയ്ത് കേട്ട ഒരാളാണ് രമേഷ് പിഷാരടി. അതിൽ ടോപ്പ് ടു ബോട്ടം ഇവരെ ഇനി എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, ഇവർക്ക് ഏതൊക്കെ രീതിയിൽ ഇനി മുന്നോട്ട് പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കാം എന്നുള്ളതേ സംസാരിച്ചിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് തോന്നിയില്ല ഏതെങ്കിലും ഒരു ബെൽറ്റിൻ്റെ ഭാഗമായിട്ട് വന്ന് നിന്ന് രമേഷ് പിഷാരടിന് ഈ പറഞ്ഞ ശ്വേതാമേനോനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി വിളിച്ച് സംസാരിച്ചൊരു ഓഡിയോ കോൾ പോലെ എനിക്കത് പേഴ്സണലി തോന്നിയില്ല. രണ്ടാമത് വിളിച്ച കോളിനകത്ത് ഇനീഷ്യലി കേട്ട സമയത്ത് നിങ്ങൾക്കൊക്കെ ഉള്ള പോലെ എനിക്കും തോന്നി, അയാൾ കൊമേഡിയനാണ്, ഇല്ലെങ്കിൽ ഡബിൾ മീനിങ് ലൈഫിൽ സംസാരിക്കുന്ന ഒരാളായിരിക്കാം, പക്ഷേ ചുമ്മാ എന്തിനാ ഇനിയിപ്പോൾ വേറൊരാളെ വിളിച്ച് സംസാരിക്കണം, അതിൻ്റെ ആവശ്യം അയാൾ സ്വയം പള്ളി പിടിക്കുകയല്ലേ, സ്വയം തൂങ്ങല്ലേ എന്നുള്ളൊരു തോന്നി. പക്ഷെ ആദ്യത്തെ ഫോൺ കോൾ ആ 43 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വേതാമേനോൻ ഇനി എന്താ വിചാരിച്ചേ, ഈ പറഞ്ഞ ബാബുരാജിൻ്റെയും സിദ്ദിഖിൻ്റെയും ഇടവേള ബാബുവിൻ്റെയും ഒക്കെ സിൽബന്തിയായിട്ട് വന്ന് നിന്ന് രമേഷ് പിഷാരടി വിളിച്ച് എന്തോ ശ്വേതേനെ അങ്ങോട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നോ, അതോ ശ്വേതയിൽ ആരോപിക്കപ്പെട്ട ഈ പറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ ഒരുതരം കുത്താണോ ഇപ്പുറത്ത് തിരിച്ചിട്ട് കുത്തിയ രമേഷ് പിഷാരടിക്ക്? ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ശ്വേതാമേനോൻ എന്ന് പറഞ്ഞ വ്യക്തി ഇത് എന്തിനു ചെയ്തു, ഇത് എന്താണ് ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണ്ടേ. കാരണം ഇത് വെറുതെ എടുത്തിട്ടൊരു ലീക്കല്ല. രമേഷ് പിഷാരടി പറഞ്ഞ പോലെ അതൊരു റിലീസാണ്. കാരണം ഓഡിയോ അവരെന്ത് ചെയ്യുന്നു, എൻഹാൻസ് ചെയ്യുന്നു, ചില പോർഷൻസ് അവർ കട്ട് ചെയ്യുന്നു, രമേഷ് പിഷാരടി വോയിസ് ഒന്നും കൂടി ഒന്ന് ഹൈപ്പ് ചെയ്യുന്നു, അവരുടെ ഒന്ന് സബ്ബാക്കുന്നു. അപ്പോൾ ഇത് ഒരു തരം എന്താ പറയുക, കൃത്യമായി ആ വ്യക്തിക്ക് ഇത് ഏത് രീതിയിൽ ഇമേജ് ടാർണിഷ് ചെയ്യാൻ പാകത്തിനുള്ള സാധനമാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ആ സാധനം അങ്ങനെ എടുത്ത് പുറത്തിട്ടത് അത് ക്ലാസ് ചെറ്റത്തരമാണ്. അതിൽ കൂടുതൽ അതിനൊന്നും പറയാനില്ല. മനസ്സിലായില്ലേ? കാരണം ഇവർ തമ്മിലുള്ള സ്പേസ് അങ്ങനെയാണെന്ന്. ഇൻഡസ്ട്രിക്കകത്തുള്ള ഇപ്പം ഞാൻ തന്നെ വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് കമൻറ്റ് ബോക്സിനകത്ത് ഒരുപാട് പേര് സായി ഇതിലെന്തോ ഒരു, അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു, ശരിയാണ്, ഒന്ന് റീതിങ്ക് ചെയ്ത് നോക്കണമല്ലോ, ഇതിന് എന്തെങ്കിലും ഉണ്ടോ. കാരണം പഴയ വീഡിയോസും ഞാൻ സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഇവർ തമ്മിലുള്ള സാധനങ്ങൾ കുറവായിരുന്നു കണ്ടത്. ഇതെങ്ങാണ്ട് മറ്റേ OTT പ്ലാറ്റ്ഫോമിൽ മനോരമ ഓൺലൈൻ മാക്സോ എന്തോ സാധനത്തിനകത്താണ് ഈ റിയാലിറ്റി ഷോ ഒരു ജഡ്ജായിട്ട് പോലുള്ള സാധനത്തിൻ്റെ വീഡിയോസും സാധനങ്ങളും അവൈലബിൾ ആയിട്ടുള്ളൂ. അല്ലാതെ യൂട്യൂബിലൊന്നും എവിടെ ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് നമുക്ക് കിട്ടിയിട്ടുമില്ല. പിന്നെ ഇൻഡസ്ട്രിക്കകത്തുനിന്ന് 2 പേര് എന്നോട് പറഞ്ഞു, നീ വിചാരിക്കുന്ന പോലെയല്ല അവർ നല്ല ഫ്രണ്ട്സാണ്, മേ ബി അവർ തമ്മിൽ അങ്ങനത്തെ ഒരു ഡബിൾ മീനിങ് സംസാരം ജോക്കടിക്കുന്ന രീതിയിലുള്ളൊരു നല്ല റിലേഷൻ ഉണ്ടാവാനുള്ള ചാൻസും കാണുന്നുണ്ട്. പെട്ടെന്ന് എന്തുകൊണ്ട് ശ്വേത ഇതേപോലെ രമേഷ് പിഷാരടിയുടെ ആ വോയിസ് മാത്രം എടുത്ത് പുറത്തിട്ടു എന്നുള്ളത് മനസ്സിലാവുന്നില്ലടാ എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെയാണ് ഞാൻ അങ്ങനെ റീതിങ്ക് ചെയ്ത് തുടങ്ങിയത്, അതെന്താ അങ്ങനെയായിട്ടുണ്ടാവും എന്നാലും. മനസ്സിലായില്ലേ? അപ്പോഴൊക്കെയാണ് ഈ ഡൗട്ടുകൾ വരുന്നത്.
അല്ലെങ്കിൽ രമേശ് പിഷാരടിനെ പറഞ്ഞാൽ മതി, വല്ലോനും മോട്ടറാക്കിയത് കേട്ടിട്ട് ചെങ്ങായി MLA ആയതിനു ശേഷം ബാക്കിയുള്ളവരൊന്നും ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വലിയ പൊസിഷനിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അത് കയ്യിൽ നിന്ന് പോയ ബെൽറ്റ് ഇപ്പോൾ അത്യാവശ്യം രാഷ്ട്രീയത്തിലുള്ള ഒരുത്തനെ പിടിച്ച് മോട്ടറാക്കി നിർത്തി കഴിഞ്ഞാൽ പിഷാരടി നീ സൂപ്പറാ, പിഷാരടി നിന്നെ കൊണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് തോളത്ത് കെട്ടി വിട്ടതാണ് ഈ പാവത്തിനെ തോന്നുന്നു. എന്താണെങ്കിലും പോയി കുടുങ്ങി ആശാൻ. ഇനി ശ്വേത മേനോൻ ആ ഷോ, ഒരു പെർട്ടിക്കുലർ ഷോയുടെ ഭാഗമായിരുന്നു ഒരു ജഡ്ജിങ് പാനലിൽ. അപ്പോൾ ആ ഷോയിൽ ഇവർ തമ്മിലുള്ള കുറച്ച് ഇൻട്രാക്ഷൻസ് ഉണ്ട്. അതിൻ്റെ കുറച്ച് പോർഷൻസ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. നിങ്ങൾ ഈ ലിപ്സ്റ്റിക് കിട്ടുന്ന സമയത്ത് ഇത്തിരി പേസ്റ്റ് പല്ല് വെച്ചിട്ട് വാ. ഇല്ല വേണ്ട 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 അരുത് നിഷാദ. ഇത് കൊള്ളാം. ഞങ്ങളുടെ പ്രമോക്കുള്ളതായിട്ടുണ്ട്. അല്ല, ഞാൻ ഭാഗ്യം പേസ്റ്റിനെ പറ്റി പറഞ്ഞു, ഞാൻ സോപ്പിനെ പറ്റി പറഞ്ഞെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അല്ലേ രക്ഷോട്ട് വയ്ക്കുക ഞാൻ. ഓക്കെ, അപ്പൊ എന്റർടൈൻമെന്റ് ഓൾറെഡി ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ ഉമ്മ വെച്ചതല്ല ഇതിലെ സീന്. ഓക്കെ, ഉമ്മ പല വിധത്തിലാണ്. ഇപ്പോൾ ഒരു ബ്രദർ സിസ്റ്റർ ആ രീതിയിൽ ഉമ്മ വയ്ക്കാം, ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെ ഉമ്മ വയ്ക്കാം. ഉമ്മയല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ഉമ്മ കഴിഞ്ഞിട്ട് രമേശ് പിഷാരടി പറഞ്ഞ ആ ഒരു സാധനം ഉണ്ടല്ലോ, സോപ്പിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, പേസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. പേസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഉമ്മ കിട്ടി, സോപ്പിനെ കുറിച്ച് കുളിക്കാത്തതിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നതെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ ആ ഡബിൾ മീനിങ് ജോക്കിന് ശ്വേത അവിടെ മറ്റേ പാവുണ്ടല്ലോ ഷോക്കേസിൽ വയ്ക്കുന്ന കുരങ്ങൻ്റെ പാവം, അതിങ്ങനെ കൈയടിക്കില്ല, അങ്ങനെ ഇരുന്ന് ചിരിക്കണം അടുത്തിരുന്നിട്ട്, അത് എൻജോയ് ചെയ്തിട്ട് അത്രയും സന്തോഷത്തോട് കൂടിയിട്ട്. മേ ബി ആ സിറ്റുവേഷനിൽ അവരെത്രയോ എൻജോയ് ചെയ്യുന്നൊരു ഫ്ലോറിനകത്ത് അവർ മാനസികമായിട്ട് ഓക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു ഡബിൾ മീനിങ് കേട്ടപ്പോൾ അത് ചിരിച്ചതോ അല്ലെങ്കിൽ അത് പ്രോത്സാഹിപ്പിച്ചതോ ആയിരിക്കാം എന്നുള്ള വേർഷനൊക്കെ ശ്വേതയ്ക്ക് പറയാം. ഇപ്പുറത്ത് പറയാം, ഞാൻ അത്ര ഓക്കെ അല്ലാത്ത സിറ്റുവേഷനിൽ ഞാനിങ്ങനെ കുറേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്നെ വിളിച്ചിട്ട് ഡബിൾ മീനിങ് വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ ആ സിറ്റുവേഷനിൽ ഞാൻ അതിന് ഓക്കെ അല്ല, അതിനുള്ള കൺസെൻറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് അപ്പുറത്തെ ഫോൺ കോളിനും ശ്വേതയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ബട്ട് സ്റ്റിൽ ഞാൻ ചോദിക്കുന്നത്, ഇതേ സ്പേസ് കൊടുത്തൊരാളാണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അയാൾക്ക് എന്നുള്ളതെന്ന് മനസ്സിലായി. കാരണം ഓൺ ക്യാമറ തന്നെ ആ ഡബിൾ മീനിങ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളത് എൻടോസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിന് കൈയടിച്ചിരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ സ്പേസിലിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇട്ട് കൊടുത്തത് എന്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി എന്നുള്ളൊരു ചോദ്യത്തിന് ശ്വേതയ്ക്ക് ഉത്തരം പറയാൻ പറ്റേണ്ടി വരും. ഓക്കെ, അയ്യോ ഒരു പാഠം വിട്ടുപോയി. എന്താ? കിന്നാര തുമ്പികൾ. അല്ല, ഓക്കെ. പിന്നെ ഒന്നുകൂടി കാമസൂത്ര. അത് ഇംഗ്ലീഷ് മൂവിയാടാ. ഏതാ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇംഗ്ലീഷ് മൂവിയാണ്. ഇംഗ്ലീഷ് ഞാൻ മൂവി ആയിട്ട് കാണാറില്ല. ഞാൻ അതിന്റെ ട്രെയിലർ മാത്രമേ കാണുള്ളൂ. മൂവി കണ്ടാൽ മനസ്സിലാവില്ല, അതുകൊണ്ട് കാണുന്നില്ല. അതായത് എഗെയിൻ ഡബിൾ മീനിങ്ങിൽ തന്നെയാണ് പറഞ്ഞത്. ഇംഗ്ലീഷ് മൂവി, അതായത് 2 കാമസൂത്ര എന്ന് പറഞ്ഞു, കിന്നാരത്തുമ്പികളെന്ന് പറഞ്ഞു. കിന്നാരത്തുമ്പി കാമസൂത്രയും വെച്ച് നോക്കുമ്പോൾ അടുത്തത് ഇംഗ്ലീഷ് മൂവി എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം പിഷാരടി ഉദ്ദേശിച്ചെന്നുള്ളതൊക്കെ ആലോചിച്ചിട്ടാണ്. അപ്പുറത്ത് ആ ഡബിൾ മീനിങ് മനസ്സിലായതുകൊണ്ടാണല്ലോ ശ്വേതാ മേനോൻ അവിടെ കിടന്ന് ചിരിക്കുന്നത്. എഗെയിൻ പിഷാരടി ആ ലൈനെയാണ് മാറ്റി നൈസായിട്ട്. ഏത് പറ്റ വൾഗാരിറ്റിക്ക് പോകണ്ട, ഞാൻ സിനിമ കാണില്ലാന്നല്ലോ, ട്രെയിലർ ഞാൻ കാണാറുണ്ട് ബാക്കി. പക്ഷേ സ്റ്റിൽ അത് അപ്പുറത്തുള്ള ആളത് ക്യാച്ച് ചെയ്യുന്നു, ശ്വേതാ മേനോൻ അത് ക്യാച്ച് ചെയ്യുന്നു. ഇൻ ദ സെൻസ് ഇവർ തമ്മിൽ ഈ പേഴ്സണൽ ചാറ്റിലോ അല്ലെങ്കിൽ സംസാരങ്ങൾക്കിടയിലോ ഒക്കെ ഇവർ അഡൽട്ട് ജോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞ് ഇത് ഞാൻ വളരെ ഹോണസ്റ്റ്ലി പറയാം, ഒരു നമ്മുടെ ടീൻ സമയത്തൊക്കെ ആ ടൈമിൽ നമ്മൾ പറയുന്ന ഒരു അഡൽട്ട് ജോക്കോ അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യുന്ന പോലെ അല്ല ഒരു 30 വയസ്സോ 35 വയസ്സോ അല്ലെങ്കിൽ 40-45 വയസ്സിലുള്ളവരൊക്കെ അഡൽട്ട് ജോക്കുകൾ എൻജോയ് ചെയ്യും. അവർ കൂടുതൽ എൻജോയ് ചെയ്യും, കൂടുതൽ പറയും. ഗ്രൂപ്പിനകത്തൊക്കെ ആണും പെണ്ണും ഇരുന്ന് സംസാരിക്കും. ഇപ്പം നമ്മുടെയൊക്കെ ഒരു യങ് ടൈം, ഒരു 20, 18, 25 ടൈമിലൊക്കെ നമ്മുടെയൊക്കെ അഡൽട്ട് ജോക്കുകൾ ആണുങ്ങളുടെ ഇടയിൽ മാത്രമായിരിക്കും. ആണും പെണ്ണും കൂടി ഉള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല. എനിക്കങ്ങനെയായിട്ട് തോന്നിയിട്ടില്ല എപ്പോഴും. പക്ഷേ ഒരു 30 കഴിഞ്ഞ് 35 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഗ്യാങ്ങിനിടയിൽ തന്നെ സ്ത്രീകൾ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒപ്പം ലേഡീസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് അവർ നമ്മൾ അവരോടും പറയുന്നൊരു സ്പേസ് ബിൽഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണത്. ആ ടൈമിൽ ഇത് ഭയങ്കര കൂടുതലാണ്. അത് ചിലപ്പോൾ എക്സ്ട്രീം വൾഗാരിറ്റി പറയും, ചിലപ്പോൾ കുറച്ച് പറയും. അതൊക്കെ പേഴ്സണലാണ്, അത് പേഴ്സണലായിട്ട് നിൽക്കും വേണം. ഓക്കെ, ഇപ്പം പിഷാരടി എന്തെങ്കിലും ഒരു ഹാം ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ച് ശ്വേതയോട് പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? ഒരു ഹാമല്ല, പക്ഷേ അത് പറയാൻ പാടില്ല എന്നുള്ളത് രമേശ് പിഷാരടി ഇനിയും മനസ്സിലാക്കണം. ശ്വേതയോട് പറയാൻ പാടില്ല.
രമേഷ് പിഷാരടി വിശ്വാസമുള്ള വേറെ ആരോടെങ്കിലും പറയാം, പക്ഷെ വിശ്വാസം വേണം. ശ്വേതേനോട് പറയരുതെന്ന് ഇപ്പോൾ വിശ്വാസമായില്ലേ, അത് മനസ്സിലായല്ലോ. അതുകൊണ്ടാണല്ലോ തിരിച്ച് പണി കിട്ടിയത്. അപ്പോൾ ഇങ്ങനത്തെ ജോക്കുകൾ അടിക്കുന്ന ആളുകളാണ്, ഇങ്ങനത്തെ ഡബിൾ മീനിങ് എൻജോയ് ചെയ്യുന്ന ആളുകളാണ്. അത് അപ്പുറത്തെ ആൾ പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ്. ഓക്കെ, പിന്നെന്തിനാണ് ആ വോയിസിൽ ശ്വേത ഞാൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണ്, എനിക്കിതൊന്നും മനസ്സിലാവില്ല, അല്ലെങ്കിൽ എനിക്കിതൊന്നും പെട്ടെന്ന് കത്തില്ല, ട്യൂബ് ലൈറ്റ് ആണെന്നുള്ള രീതിയിൽ സംസാരിച്ചത്? അത് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും ഇൻസ്റ്റൻ്റ് ആയിട്ട് അടുത്തിരുന്ന ആള് ടപ്പ് ചെയ്യുന്നത് ഇത് ഒരു സാധാ നോർമൽ ഒരാൾക്ക് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവാത്ത ഒരു ഐറ്റമാണ്. പക്ഷെ ശ്വേത പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നു, അപ്പുറത്ത് ഫോണിൽ കൂടി പറഞ്ഞാൽ ക്യാച്ച് ചെയ്തുമില്ല. ഓ, നിങ്ങൾ കുറെ കാവച്ചുള്ള കളങ്കമുള്ള മനസ്സുള്ള ആൾക്കാരാണ്, അതാണ് പ്രശ്നം. എനിക്കത്ര കളങ്കമില്ലല്ലോ, അതാണ്. ഡർട്ടി ബോയ്. ഇല്ല, ഞങ്ങളുടെ വാട്സപ്പിൽ സാംസ്കാരിക കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. വേറെ ഒന്നുമില്ല, സാംസ്കാരിക ചിന്തകൾ മാത്രമേ അതിൽ വരാറുള്ളൂ. ഇല്ല, ചാറ്റില്ല, ചാറ്റ് അതുപോലെ ഈ വെറുതെ ഇതുണ്ടല്ലോ, ഈ പ്രാവ് റോസാപ്പൂ അടിച്ചോണ്ടിരിക്കുന്ന പടം ഇട്ടിട്ട് ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കുന്നേ, അതൊന്നുമില്ല. നല്ല ചിന്തകൾ മാത്രം രാവിലെ. അതായത് ആഗോളതപനം, ഓസോൺ പാളിയിലെ തുള, അങ്ങനെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ രോഗം പോകുന്ന പ്ലാസ്റ്റിക്കിന്റെ ദുരുപയോഗം കൊണ്ട് കടലിലെ കടലാമകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യും. ഭയങ്കര സോഷ്യൽ റെലവന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണല്ലോ. അമേരിക്കൻ ടൈമാ, രാത്രി 9 മണി കഴിയുമ്പോഴേ ഗ്രൂപ്പ് ഉണരുള്ളൂ. എങ്ങനെയുണ്ട്? ഇത്രയൊക്കെ ഒരു സ്റ്റേജിൽ പറയുമ്പോൾ എൻജോയ് ചെയ്ത വ്യക്തിയാണ് ശ്വേത മേനോൻ. സ്ട്രൈറ്റും ആണ് അത്ര. ഓക്കെ, ആയിരിക്കാം. എഗെയിൻ ഞാൻ പറയുന്നു, ശ്വേതയുടെ വേർഷൻ മേ ബി ആ സിറ്റുവേഷനിൽ ഞാനത് എൻജോയ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലായിരുന്നില്ല, അതുകൊണ്ട് എന്നോട് ഇങ്ങനെ വിളിച്ച് പറയാൻ പാടില്ല എന്ന് പിഷാരടിക്ക് അറിയില്ലേ, എന്നിട്ടും എന്തിനും പിഷാരടി എന്നോട് വിളിച്ച് ഡബിൾ മീനിങ് അടിച്ചു എന്നതായിരിക്കാം. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഇത്രയൊക്കെ സ്പേസ് ഷെയർ ചെയ്ത ആളാന്നുള്ളൊരു കൺസിഡറേഷൻ കൂടി ഒരു മനുഷ്യന് കൊടുക്കണ്ടേ? അത് കൊടുക്കുന്നതിന് പകരം നിങ്ങളെ ശത്രു, ഇവൻ എൻ്റെ ശത്രുവാണ്, ഇവൻ എനിക്ക് പണിയുന്ന ഒരുത്തനാണ്, അത്രയും ഒരു വൈരാഗ്യം ഈ പിഷാരടിയോട് തോന്നാൻ മാത്രം. അവർ ആ 43 മിനിറ്റ് സംസാരിച്ചതിലും സിദ്ദിഖിനെ കുറിച്ച് പറയുന്നുണ്ട്, ബാബുരാജിനെ കുറിച്ച് പറയുന്നുണ്ട്, അങ്ങനെ കുറേ ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. പിഷാരടി ചെയ്തു, പിഷാരടി പറഞ്ഞു എന്നുള്ളത് അവർ പറയുന്നില്ല. ഇവിടെ അത് പറയില്ലല്ലോ, കാരണം പിഷാരടിക്ക് അവരെ വിളിച്ച് സംസാരിക്കാൻ മാത്രം ആ ഒരു സ്പേസ് കിട്ടുന്നത് അയാളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട്, ഒരു മീഡിയേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ അത് സെറ്റിൽ ചെയ്യാൻ നിൽക്കുന്ന ഒരാളായിട്ടോ നിൽക്കാൻ തന്നെ കാരണം അയാൾ പ്രത്യേകിച്ചൊന്നും ഇവർക്ക് ഹാം ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു വ്യക്തിയെ എന്തിനാണ് നിങ്ങൾ ഈ ഒരു സാധനം എടുത്ത് പുറത്തിട്ട് അതിനൊരു വേറൊരു ആംഗിളും കൊണ്ടുവന്ന് ആ ഒരു സാധനം അടിച്ചതെന്ന് മനസ്സിലാവാത്തത്? ആൻഡ് അതിൽ ഞാൻ വെരി സോറി, ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് ഭയങ്കരമായിട്ട് രമേഷ് പിഷാരടി ഞാൻ മിസ്റീഡ് ചെയ്തു, മനസ്സിലായോ? ഭയങ്കരമായിട്ട് മിസ്റീഡ് ചെയ്തു. പക്ഷെ ഇപ്പം ഇതൊക്കെ കാണുന്ന സമയത്ത് മിസ്റീഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഇരിക്കുന്ന പൊസിഷനിൽ അയാൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം, കെയർഫുൾ ആവണം എന്നുള്ളത് ഡെഫിനറ്റ്ലി അയാൾ തന്നെ പഠിച്ച പാഠമായിരിക്കും. ഇപ്പോൾ അതായത് ചെയ്യും വേണം. അങ്ങനെ റാൻഡമായിട്ട് ഇനി പോയിട്ട് ഇനി അടുത്തറിയുന്ന ആളാണെങ്കിൽ പോയിട്ട് ഇനി പറയാതിരിക്കുകയാണ് ഇപ്പോൾ ബെറ്റർ ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ സാധിച്ചടയുന്നത്. ശ്വേത ഒരു ഓൺലൈനിലുണ്ടായ ഒരു ഇൻ്റർവ്യൂ സമയത്ത് ഇതേപോലെ പേഴ്സണൽ ഹാബിറ്റ്സിനെ കുറിച്ച്, അതായത് ഹിഡൻ ഹാബിറ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ, one secret talent that nobody knows about you. നമുക്ക് പബ്ലിക്കിന് അറിയാത്തൊരു സീക്രട്ട് ടാലന്റ്, സംതിങ്. I'm very naughty. I have a lot of double meaning talks with my boyfriends, girlfriends. എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ. അല്ല, പക്ഷെ ഞാൻ സത്യമല്ലേ പറയുള്ളൂ, അതാ പ്രശ്നം. I have a lot of double meaning talks with my boyfriends. എങ്ങനെയുണ്ട്? ഐ ഹാവ് വെരി എന്താ പറയുക, ഡബിൾ മീനിങ് ടോക്സ് വിത്ത് മൈ ബോയ് ഫ്രണ്ട്സ് ആൻഡ് ഗേൾ ഫ്രണ്ട്സ്. ഓക്കെ, ഭയങ്കര നോട്ടിയാണ്, ഡബിൾ മീനിങ് നന്നായിട്ട് പറയുന്നൊരു വ്യക്തിയാണ്. അതൊന്നും മാച്ച് ആവുന്നില്ല, ഭയങ്കര മിസ്മാച്ച്. അതായത് ഞാൻ ഭയങ്കര സ്ട്രെയിറ്റാണ്, എനിക്കിതൊന്നും മനസ്സിലാവാത്ത ആളാണ് രമേഷ് പിഷാരടിയെ പറയുന്നു. ആൻഡ് ഇപ്പോൾ രമേഷ് പിഷാരടിയുടെ വിഷയം പുറത്തു വന്ന ഓഡിയോനകത്ത് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയറാണ്. പക്ഷേ ഈ വീഡിയോനകത്ത് പറയുന്നു പേഴ്സണൽ ടാലൻറ്റ് ഓർ ഹാബിറ്റ് എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ഡബിൾ മീനിങ് പറയുന്നത് ഭയങ്കര എന്തോ സംഭവമായിട്ട് 37 എടുത്ത് പറയുന്നത്. എല്ലാവരും പറയുന്നില്ല എന്നും പറയുന്നത്, ഞാനൊക്കെ നന്നായി പറയുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മുടെ സർക്കിളിനകത്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും, മനസ്സിലായോ? പക്ഷേ നമ്മൾ ആ പറഞ്ഞത് വെച്ചിട്ട് നാളെ ഇന്നൊരു ഫ്രണ്ട് അത് റെക്കോർഡ് ചെയ്ത് പുറത്തിട്ട് ചതിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും?
അതുപോലൊരു അവസ്ഥയിൽ നിങ്ങൾ രമേശ് പിഷാരടി കൊണ്ടുപോയി ഇരുത്തിയില്ലേ, ഇതിലിപ്പോൾ സ്വയം എക്സ്പോസ്ഡും ആയിപ്പോയി അല്ലേ, സ്വയം എക്സ്പോസ്ഡ് ആവുകയാണിത്. എനിക്ക് തോന്നുന്നില്ല ശ്വേതാ മേനോൻ ഇനി AMMA അസോസിയേഷനിലൊരു ചാൻസ് കിട്ടുന്നോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളത്. ഐ ഡോണ്ട് തിങ്ക് സോ. ഇനി ആ ഓഡിയോ ഒന്നും കൂടി ഞാൻ ഇത് ഇത്രയൊക്കെ കേട്ടിട്ട് ഇനി നിങ്ങൾ ആ ഓഡിയോ കേൾക്ക്. വെരി സാഡ്. ഓക്കെ ശരി. ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. അത്രേ ഉള്ളൂ. ഹലോ എന്തേ ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത് മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ ആ പരിപാടി. ഓഫ് അങ്ങനെയൊന്നുമല്ല. അല്ലേ ഞാനത് കൂട്ടി വായിക്കാം. അല്ല നിങ്ങളോട് മനസ്സിലായി ചോദിച്ചു മനസ്സിലായി. എന്താ എന്ന പരിപാടി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. ഞാൻ വിചാരിക്കുന്നുള്ളൂ. വിഷു ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. ശരിയാക്കാം. ഹസ്ബൻഡ് ഒന്ന് പോട്ടെ. അല്ല ഹസ്ബൻഡ് വന്നു പോട്ടല്ല. യു ജസ്റ്റ് പിഷു ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. ശരിയാവും. ഞാൻ നോക്കോളാം. ശരി ഓക്കെ ശരി. ഓക്കെ, സംഗതി ഡബിൾ മീനിങ് അടിച്ചാണെങ്കിലും ഞാൻ നോക്കിക്കോളാം ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് പിഷാരടി വെച്ചിട്ട് പോകുന്നത്. ആ ട്രസ്റ്റാണത്, മനസ്സിലായില്ലേ? ഇപ്പം ഈ ഓഡിയോ കേൾക്കുമ്പോൾ എന്താ തോന്നണേ? അതായത് ഞാൻ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നാളുകളിൽ ഇതെനിക്ക് ആവശ്യം വരുന്ന രീതിയിൽ എനിക്ക് പുറത്ത് വിടാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഇതൊന്നും അറിയാത്ത, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും അയ്യോ ഡബിൾ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഇപ്പോൾ തൊട്ടിൽ പെറ്റ് വീണ കുട്ടിയാണ്, എനിക്ക് മുലകൂടി മാറിയിട്ടില്ല എന്ന പോലെ അഭിനയിച്ചിട്ട് നാളെ ഇതെടുത്ത് പുറത്ത് വിടാം എന്ന് അറിഞ്ഞുകൊണ്ട് ആ സാധനം ബിഹേവ് ചെയ്ത പോലെ തോന്നിയോ? എനിക്ക് അങ്ങനത്തെ ഫീൽ കിട്ടി ഇല്ലേ? അങ്ങനത്തെ ഒരു ഫീൽ കിട്ടി, സീരിയസ്ലി അങ്ങനത്തെ ഒരു ഫീൽ കിട്ടി. അറിഞ്ഞുകൊണ്ട് മറ്റേ ഇത് ശരിക്കും കട്ടപ്പ ശ്വേതാ മേനോൻ ഇതാ കട്ടപ്പ എന്ന് പറഞ്ഞിട്ട് ഇറക്കാൻ പറ്റുന്ന ഒരു ഐറ്റമായി പോയത്, സീരിയസ്ലി മാൻ. ആൻഡ് രമേശ് പിഷാരടിയോട് എഗെയിൻ ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോഴും രണ്ടാമത്തെ വീഡിയോ ചെയ്തപ്പോഴും ഇപ്പോഴും പറയാനുള്ളൊരു കാര്യം, നമ്പാതെ, ആരെയും നമ്പാതെ പണി കിട്ടും. കാരണം ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ അങ്ങനെയാണ്. അതുകൊണ്ട് ആ പൊസിഷനിൽ നിന്ന് ഇറങ്ങുന്നവരെ, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരെന്നുള്ള സാധനം എടുത്ത് വെച്ചല്ലോ, ഇനിയിപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ സൈഡാക്കിയേ പറ്റൂ ലൈഫിൽ. പണിയാണില്ലെങ്കിൽ ഏത് വഴിക്ക് വരും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഓക്കെ, സോ ആ ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് എനിക്ക് ഈ ഒരു കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഞാനൊരു വേറൊരു ആംഗിൾ നിങ്ങളിലേക്ക് തന്നോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ ഒരു POVയും കൂടി നിങ്ങൾ മനസ്സിലാക്കണം.